ഫ്രോസ്റ്റ് ബൈറ്റ്. കഠിനമായ തണുപ്പും മഞ്ഞും വരുമ്പോൾ തൊലിയും അതിനടിയിലുള്ള ടിഷ്യൂവും ഫ്രീസായി പോകുന്നു. എക്സ്ട്രീം കേസുകളിൽ ഇത് ഇറിവേഴ്സിബിൾ ആണ്, അതായത് ഫ്രോസ്റ്റ് ബൈറ്റ് വരുന്ന ഭാഗം മുറിച്ചു കളയേ നിവർത്തിയുള്ളൂ. ഈ മഞ്ഞിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കൊക്കെ പരിണാമത്തിന്റെ ഭാഗമായി കഠിന കാലാവസ്ഥ മറികടക്കാൻ പ്രാപ്തമായ തൊലിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. നാം അതിനായി മൃഗങ്ങളുടെ തൊലിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കൂട്ടത്തിൽ വീടൊക്കെ നിർമ്മിക്കുന്നതിലും മറ്റും പലതരം മോഡിഫിക്കേഷനുകളും വരുത്തുന്നു തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ. അത് നാം മുൻപേ കണ്ടതാണ്, വീഡിയോ താഴെ ലിങ്ക് ചെയ്യാം. ഇതിൽ കാനഡയിലെ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലെ ഇൻഡിജീനിയസ് ആൾക്കാർ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനും ഫ്രോസ്റ്റ് ബൈറ്റ് ഒഴിവാക്കാനും ഉപയോഗിച്ച ഒരു പ്രത്യേകതരം ഷൂസ് ഉണ്ട്. മക്ലഫ് ബൂട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. അവരുടെ ഭാഷയിൽ നിന്നും വന്ന വാക്കാണത്. ഈ സീലിൻ്റെയും കാരിബു, മൂസ് പോലുള്ള ജീവികളുടെയും തൊലി കൊണ്ടാണ് ഈ ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തണുപ്പിനെ ചെറുക്കുക മാത്രമല്ല, കാലിന് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി തരുന്നത് കൊണ്ട് തന്നെ രക്തയോട്ടത്തിന് തടസ്സം വരാതെ നടക്കാൻ ഒരു കംഫർട്ട് ഫീലിംഗ് തരികയും ചെയ്യും. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഹീറ്ററും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചു നിന്നിരുന്നത്.